കാടിനുള്ളിലൂടെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണേ. നല്ല തണുപ്പുണ്ട്. ചൂടത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ കാട്ടിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക തണുപ്പ് തോന്നില്ലേ. ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എത്ര വർഷമായി നമ്മളിങ്ങോട്ട് വന്നിട്ടല്ലേ. വർഷങ്ങൾക്ക് ശേഷം ആ പഴയ കാട്ടിൽ ബേബി പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്തൊക്കെ എപ്പോഴും വരുമായിരുന്നു ഞങ്ങൾ. ഇവിടെയൊക്കെ വെട്ടിത്തെളിച്ചിട്ടിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനും ആൾക്കാർക്ക് ഇങ്ങനെ പിക്നിക്കിനൊക്കെ വരാനും പറ്റിയ കാടിനുള്ളിൽ ലേക്കിൻ്റെ സൈഡിലായിട്ടുള്ള സ്പോട്ടാണ്. എന്തൊരു പീസ്ഫുള്ളാണെന്നറിയാം ഇവിടെ. അതിലേക്ക് കഴിഞ്ഞും വരായിരുന്നു. കണ്ടോ, നമ്മുടെ കാർ ഇതോ അങ്ങ് കിടക്കുന്നുണ്ട്. ഇതോ അവിടെ ഇട്ടിട്ടുണ്ട് കാറ്. പിന്നെ ഈ സൈഡിൽ കഴിഞ്ഞ് ഇങ്ങനെ വരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. ആദ്യത്തെ വരുവാടാ. ഇങ്ങോട്ട് നല്ല തണുത്ത കാറ്റ്, ഭയങ്കര ശാന്തത, കാറ്റും ഓളങ്ങളുടെ സൗണ്ടും പിന്നെ കുറെ കിളികളുടെ സൗണ്ടും ഒക്കെ മാത്രം. ഇവിടെ എല്ലാം നിറയെ പാറയാണ്. അതേ പാറ വിറക്കൽ തുടങ്ങി. കുട്ടാ, നിനക്ക് ഓർമ്മയുണ്ടോ ഏവ ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ ഏവ ഒന്ന് കുഞ്ഞായിരുന്നു. അവിടെ കിളികള് സീകളാ കിടക്കുന്നത്. കണ്ടോ, വെള്ളത്തിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ പൊങ്ങി പൊങ്ങി. ഇത് കടലാണ്. അതൊരു ഐലൻഡാ അങ്ങ് ദൂരെ കാണുന്നത്. ഉടുപ്പ് താത്തിട് എന്നിട്ട് പൊക്കി പിടിച്ചേക്കുന്നത്. അതെ, ടിക്കുള്ള സ്ഥലമാണ്, സൂക്ഷിക്കണം. എന്തൊരു പീസ്ഫുള്ളാന്ന് നോക്കിയേ. കാടിനുള്ളിലോട്ട് കയറിയിട്ട് ഒരു ബെഞ്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ ഇട്ടായിരിക്കും, പിന്നീട് അവിടെ എല്ലാം പുല്ലൊക്കെ കയറിയിട്ടേ. നമ്മളാണെന്നുണ്ടെങ്കിൽ പണ്ടിങ്ങനെ മത്തി വെട്ടിയതൊക്കെ ഇവിടെ വെച്ചിട്ട് മത്തി വെട്ടി ഇങ്ങനെ വറുത്ത്, അത് ഏത് പാറയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഇവിടെ എവിടെയും ആയിരുന്നത്. ആഴം കുറവാ. വെള്ളം ടെസ്റ്റ് ചെയ്ത് വെച്ചേ, തണുപ്പുണ്ടോന്ന്. ഇതാ ഇവിടെ പാറയിലോട്ട് നിന്നിട്ട് കൈ വെച്ച് നോക്ക്. നല്ല തണുപ്പാണോന്നറിയാലോ. ഇല്ല, എന്നാ ഷൂ ഊരി വെച്ചിട്ട് ഇറങ്ങി നോക്കി. ദേവക്കുട്ടൻ ഇറങ്ങണോടാ. വേണ്ടേ? ഇത് ഷൂ നനയ്ക്കാം, കാല് നനയ്ക്കാൻ പോയി, അതാ പ്രശ്നം. കാല് നനയ്ക്കാൻ ഇഷ്ടമില്ല. ഏവയ്ക്ക് നനയ്ക്കണം. ഇതാ അവിടെ ആയിട്ട് ഒരു ബേഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നു. എന്തേലും പിടിച്ച് തിന്നേയായിരിക്കും, കാരണം കുറുക്കനും അതും ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ വൈറ്റ് ഷൂ ഇട്ടോണ്ടാണ് ഇറങ്ങിയത്. ഇവിടോട്ട് വരുമെന്ന് അങ്ങോട്ട് ഉദ്ദേശിച്ചില്ലായിരുന്നു. പുതിയ ഷൂ, വൈറ്റ് ഷൂ എടുത്തിട്ടതാ. അതാണെന്നുണ്ടെങ്കിൽ ഈ ചളിക്കകത്ത് വന്നിട്ട് വഴിയില്ല. ഇവിടുന്ന് വട്ടം കറങ്ങി തിരിച്ചു പോകണമെന്നാ തോന്നുന്നത്. ഇനി അപ്പുറത്തുനിന്നേ ഉള്ളു വഴി. പക്ഷെ ഈ കാട്ടിക്കഴിഞ്ഞ് അങ്ങോട്ടില്ല, അവിടോട്ട് വെട്ടി തെളിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. വഴിയുണ്ട്, പക്ഷെ അതിനകത്തോട്ട് പോകാനായിട്ട് ഇച്ചിരി പാടാ. അതോ അവിടെ ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ ദൂരെ. പിന്നെ അക്കരെയൊക്കെ ഇഷ്ടം പോലെ കോട്ടേജുകളുണ്ട്. ഇവിടെ എല്ലാം ഐലൻഡുകളാണ്. ഇങ്ങനെ എല്ലാത്തിലും ആൾക്കാരൊക്കെ ഇങ്ങനെ കോട്ടേജും താമസിക്കുന്നവരും ഒക്കെ കാണും. മറ്റേതിന്റെ സൈഡിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വട്ടം ഒന്ന് പോയാൽ കൊള്ളായിരുന്നല്ലേ അങ്ങോട്ടേക്ക്. ഇത്രയും നാളായിട്ട് ഇവിടെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അറിയത്തില്ല, അതില് വണ്ടികൾ പോകും. ബോട്ട് അവിടെ എല്ലാം കിടക്കുന്ന കണ്ടില്ലേ. വണ്ടി പോകത്തില്ലല്ലോ. പിന്നെ വിന്ററിലൊക്കെ പോവായിരിക്കും. വിന്ററിൽ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ വിന്ററിലായിരിക്കും കൊണ്ടുപോകുന്നത്. എന്തൊരു സൈലൻ്റ് ആണ് ഇതിനകത്ത്. ഇടയ്ക്കിടയ്ക്ക് കിളികൾ ചിലയ്ക്കുന്നുണ്ട്. കാടിനുള്ളിലായിട്ട് ഇങ്ങനെ കാറ്റും അടിക്കുന്നില്ല. കുഞ്ഞാണെന്നുണ്ട് സൂസി ഉണ്ടോ എന്ന് ചോദിക്കുമോ ചെന്നായ. എല്ലാ കാട്ടിലും സൂസിയുണ്ട്. സൂസി ഉറങ്ങുമോ ഇപ്പോൾ? അതെ, ആ കിളിയുടെ സൗണ്ടായിരുന്നു. എന്താ ഈ ഒരു കിളിയായിരുന്നു. പറക്കുന്ന
പറന്നങ്ങ് പോയത്. അവിടെ മരച്ചില്ലയിലൊക്കെ ഇരിപ്പുണ്ട്. ഞാനിത് ഏത് ശല്യാണ് സൂം ചെയ്യുന്നത്. മോസ്കിറ്റോസ് ഉണ്ട്. ഞാൻ ഇവിടെ ഏതാണ്ട് ചെയ്തിട്ടേക്കുന്നുണ്ടോ മരത്തേല്? വേണ്ടേ മരത്തേല് നോക്ക്. വേണ്ടേ കെട്ടി തൂക്കിട്ടേക്ക് 3-4 ഉണ്ട്. ഇതെന്താ ഇങ്ങനെ? ഒത്തിരി ഉണ്ട് കേട്ടോ. വേണ്ട ഇത് കുഞ്ഞപ്പുറത്തി ഒന്ന് നോക്ക്. ഇങ്ങനെ വീണ്ടും നമ്മളിതേ ആ പുഴയുടെ സൈഡിൽ തന്നെ വന്ന് നടന്ന് ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാം പുഴയുടെ ആ ഭാഗത്തോട്ട് പോകുന്ന വഴികളെല്ലാം ചെത്തി ഇങ്ങനെ ഇട്ടേക്കുക, ചെത്തി മിനുക്കി ഇട്ടേക്കുക. ഇവിടെയും വഴിയുണ്ട്. വഴിയെല്ലാം ക്ലിയർ ആയിരിക്കും എപ്പോഴും. കണ്ടോ, ബാക്കി സൈഡെല്ലാം കാട് പിടിച്ചും കിടക്കും. കാരണം ഇവരെല്ലാവരും ഇങ്ങനെ നേച്ചറുമായിട്ടാണെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നതാണ്. അപ്പം വഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കി ഇട്ടേക്കും. കണ്ടോ, അടുത്തപ്പോൾ അങ്ങോട്ട് വെട്ടിയാന്ന് തോന്നുന്നു. ഇവിടത്തെ കാട്ടുറോസയാണ്. അല്ല, കാട്ടുറോസയല്ല, വേറെന്തോ പൂക്കൾ. അതാ ഞാൻ അവരെല്ലാം മാറ്റമൊക്കെ വരുത്തും. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് വീഡിയോസൊക്കെ ചെയ്തില്ലേ നമ്മൾ, ഈ ഭാഗത്തൊക്കെ ആയിരുന്നു. ഇതോ അവിടെയുണ്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ. ഈ ഭാഗത്തായിരുന്നു അല്ലേ അത്? അങ്ങോട്ടിപ്പോൾ പോകാനാ, അതെല്ലാം എടുത്ത് മാറ്റി. എന്നിട്ട് ഇപ്പം അവിടെ ഒരെണ്ണേ ഉള്ളു. കാടിനുള്ളിലോട്ടൊക്കെ ആരൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഉണ്ടോ ഏപ്പാ? ഇതോ അവിടെ കണ്ടോ, അവിടെയുണ്ട് ഫയർ പ്ലേസ്. വഴിയെല്ലാം നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുക. ഇപ്പം കണ്ട് ഇന്നലെ ഞാൻ കണ്ട് ചെത്തിയ പോലെയുണ്ട്. കണ്ടിട്ട് നിറയെ കാട് കയറി കിടക്കുമായിരുന്നു. കാരണം ഇപ്പം ഇനി അവധിയാണല്ലോ ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ ആയിട്ട് വരുന്നതാണ്. ഒരു ബോട്ട് പോകുന്നുണ്ടോ അങ്ങ് ദൂരെ? ഉണ്ട്. ഓരോ ദ്വീപിലോട്ടൊക്കെ പോകുന്നതാണ് ഓരോരുത്തർ. ഇഷ്ടം പോലെ ദ്വീപുകളാണ്, കണ്ടില്ലേ ഈ വീഡിയോയിൽ തന്നെ എത്ര എണ്ണം. തീയിട്ടോ ആരോ? ചിലപ്പം മറ്റേ യുഹാനൂസിന് ഇട്ടായിരിക്കും. അന്നേരം വൃത്തിയാക്കിയതായിരിക്കും കേട്ടോ. യുഹാനൂസ് ആയപ്പോൾ വൃത്തിയാക്കിയതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു വലിയ പാറയാ അത്. ഇത് വലിയൊരു പാറയെ. ഇതാണെങ്കിൽ അടിയിലോട്ടും ഇങ്ങനെ കാണും. കൊഞ്ചുണ്ടോ? എന്ത്? എവിടെ എവിടെ? കൊഞ്ച് പോലെ തോന്നുന്നു. അത് കൊഞ്ചാ. അയ്യോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് വലുതായിട്ടും കാണുമല്ലോ കൊഞ്ച്. പോന്നാ ഓളം തല്ലുന്നോണ്ട് കാണാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടോ കൊഞ്ച്? ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അയ്യോ, എങ്കിൽ ഇതൊക്കെ വലുതായിട്ട് ഇതിനകത്ത് കാണുവേ അല്ലേ? ഞണ്ട് കൊണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ട്? അവന് നാളെ കണ്ട് ഇട്ടപ്പം ഞണ്ട് കിട്ടിയെന്ന് പറഞ്ഞു. ചൂണ്ട എടുത്തില്ല. അച്ഛയാണെ എല്ലാം മറക്കും. നമുക്കൊന്ന് ഇട്ട് നോക്കായിരുന്നു ചൂണ്ട ഉണ്ടായിരുന്നെങ്കിൽ. അച്ഛയാണെന്നുണ്ടെ എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നു കളയും അല്ലേ? പാറയിൽ ഇറങ്ങണം അച്ഛക്ക് വെള്ളത്തിൽ ഇഷ്ടമല്ല. ഒരു 5 മിനിറ്റ് പാറ നിന്നാൽ മതി, അപ്പം കാലം കുണങ്ങും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവിടെ ഇഴുക്കല. ഓഹോ, അതേ കയറി. ഇനിയിപ്പോൾ അവിടുത്തെ എങ്ങനെ വരും ഇങ്ങോട്ട്? അതേലൊക്കെ പോവായിരുന്നു, ആ പാറയിലൊക്കെ പോവായിരുന്നു. അക്കരെ വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും ആഴക്കുറവാണോ ഇത് ആ പാറയൊക്കെ നിൽക്കുന്ന കണ്ടിട്ട്? ഇവിടുന്ന് ആഴമില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യുന്നോ? ഇതൊന്നും അഴുക്കുവെള്ളമല്ല, അതിലിങ്ങനെ പായൽ കിടക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല വെള്ളമാണ്. ഇവിടുത്തെ അഴുക്ക് വെള്ളമാണെന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക്. ഇവിടെ ഒന്നും ആരും ഒരഴുക്ക് വിടത്തില്ല. കണ്ടില്ലേ എത്ര നല്ല നീറ്റായിട്ടാ. മേല് നനയ്ക്കുമെന്ന് പറയാല്ല, അഴുക്കാക്കെന്ന് പറയാൻ ഇവിടെ എല്ലാവരും വെള്ളത്തിൽ വന്ന് ഇറങ്ങാറുണ്ട്.
ഇപ്പം നമ്മൾ നിന്ന സ്ഥലത്ത് അവിടെ ആരോ വന്ന് നിൽപ്പുണ്ട്. ഇതൊന്ന് നോക്കി, കണ്ടോ? ഇതുകൊണ്ടതോ ആ ഭാഗത്ത്. അയ്യോ, അവിടെ ചൂണ്ടയിടും അയാള്. അയാളുടെ കയ്യിൽ തീറ്റയും ചൂണ്ടയുണ്ട്, കണ്ടോ? നല്ല സൗണ്ടേ ഈ തീര ഇങ്ങനെ വന്ന്. ഒരു ടെന്റ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും ഒരു പാറയില്. അത്രയ്ക്ക് വലിയ പാറ, ഇങ്ങനെ സ്ലോപ്പാ ഇങ്ങനെ. രാവിലെ വെള്ളത്തിൽ കിടക്കാം. എന്തൊരു വലിയ വലിയ പാറകൾ. അതേ അവിടെ ഉണ്ട് വലിയൊരു പാറ, കണ്ടോ? എന്തോ ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്നേ? പറ. അവിടെ ഇവിടെ ഇവിടെ അവിടെ ഏതൊക്കെ ഈ പാറ കയറണോ? ആയത് പിടിക്കാമോ? ബാ. ഓഹോ ഓഹോ. ഏവക്കുട്ടനും അച്ഛൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് നേച്ചറൊക്കെ ആസ്വദിച്ച് അച്ഛൻ ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഏവക്കുട്ടനാണെന്നുണ്ടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അഡ്വഞ്ചർ അഡ്വഞ്ചർ. നല്ല രസമുണ്ട്. ഏവക്കുട്ടൻ്റെ ഫ്രോക്ക് ഇങ്ങനെ പറക്കുന്നു കാണാൻ കാറ്റത്ത്. അച്ഛമ്മോളും ഭയങ്കര കമ്പനിയാ രണ്ടുപേരും കൂടെ. ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഓ കള്ളി വശീകരിച്ച് എന്റെ ഭർത്താവിനെ വശീകരിച്ചെടുത്ത സൗന്ദര്യം കാണിച്ച് വശീകരിച്ചെടുത്തതാണ് ഇവൾ. അറിയാവോ? അങ്ങേരാണെന്നുണ്ടെ ഒരു വെങ്ങൊച്ച് ചിരിച്ചു കാണിച്ച അപ്പ വീട്. മതിയാടി, മതി മതി. കണ്ടോ കണ്ടോ, ഫോട്ടോ എടുക്കുന്നു രണ്ടുപേരും കൂടെ. എന്നാ ഒന്ന് വാ, ആയത്തെയും കൂടെ ഒന്ന് വാ. ഒന്ന് വിളിക്കുന്നോന്ന് നോക്കിക്കേ. അച്ഛേ നമ്മൾ ഔട്ട്. അവരുടെ വെള്ളക്കുപ്പി പിടിക്കാനും അവരുടെ സാധനങ്ങൾ പിടിക്കാനും കൂടെ ഒരാൾ. ആ ഇയാടെ സോഡ എന്നാ വേണോ? ആ എന്റെ ചോട എന്റെ കയ്യിലുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ആ വലിയ കല്ല് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. വലിയ കല്ല് കയറണമെങ്കിൽ കാല് നനയ്ക്കണം, വെള്ളത്തിൽ ഇറങ്ങണം. അതെ, നനച്ചിട്ട് വേണം കയറാൻ. പക്ഷെ നല്ല രസമുണ്ട്. അതിങ്ങനെ ബെഡ് പോലെ കിടക്കുന്നത്, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട്. ഇറങ്ങണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കാലൊക്കെ നനച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണക്കാൻ ഭയങ്കര. കാല് നനച്ചു കഴിഞ്ഞാൽ ഉണക്കാൻ പാടാം. അല്ലെങ്കിൽ അവിടെ തന്നെ അരമണിക്കൂർ ഇരിക്കേണ്ടി വരും. ഏവക്കൂട്ടനെ ആ വലിയ പാറയിൽ കയറ്റി അച്ഛാ. അതിന് സോക്സ് ഒക്കെ ഊരി ഷൂ ഒക്കെ ഊരിയിട്ട് വേണം, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം വരാൻ. അച്ഛക്കാണോ എല്ലാം ഊരിയിട്ട് വേഗം ചെല്ലാൻ പറ്റുക. കൊള്ളാവോടാ? സൂപ്പറാണോ? സൂക്ഷിച്ച് നിൽക്കുക കേട്ടോ, സൂക്ഷിച്ച് നില്ല്. അവിടെ ആരോ ചൂണ്ടയിടാൻ വന്ന്. അയാളുടെ സൈക്കിളും സാധനങ്ങളും ഒക്കെ അവിടെ ഇട്ടിട്ട്. ഇവിടുത്തുകാരൻ നല്ലെന്ന് തോന്നുന്നു. വരുന്നില്ലേ? പോവണ്ട. ഇഷ്ടപ്പെട്ടോ ഇവിടെ? അയാള് ചൂണ്ട എറിഞ്ഞോണ്ടോ? ദൂരോട്ടങ്ങ് എറിഞ്ഞ് വല്ലതും കിട്ടുമെന്നറിയാലോ. മറ്റേ വെട്ടത്തിലെ പോലെ ഇയാള് ഷൂവിനകത്ത് കുറച്ച് മീൻ ഇട്ടിട്ട് എങ്ങനെ ഇറങ്ങും? ഇനി അച്ഛൻ ഹെൽപ്പ് ചെയ്യണം, എന്നാലേ ഇറങ്ങാനൊക്കത്തുള്ളൂ. സൂക്ഷിച്ചച്ഛൻ, സൂക്ഷിച്ചു. അച്ഛൻ ഞാൻ പിടിക്കണം. അങ്ങനെ ഏവക്കുട്ടൻ എന്തേ പാറപ്പുറത്ത് കയറി. ഏവയ്ക്ക് തിരിച്ചു പോകണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതല്ലേ. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ചെടികളെല്ലാം വടി കൊണ്ട് തല്ലിയാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാത്തിനും ഇങ്ങനെ തല്ലി കൊടുത്ത് പോച്ച എത്തുവാണോ? പണ്ട് ഞങ്ങളും ഇങ്ങനായിരുന്നു. നടക്കുന്ന വഴിയിലെല്ലാം പുല്ലുകളെല്ലാം തല്ലി അടിച്ച് പഠിപ്പിക്കുകയെന്നും പറഞ്ഞ് ടീച്ചറാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള 90s കിഡ്സൊക്കെ ഉണ്ടായിരിക്കും. ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോളും ചെയ്യുന്നുണ്ട്. അവൾ കാട് വെട്ടുമെന്നാണ് പറയുന്നത്. അതും ചുമ്മാതെ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഇതുപോലെ നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയിലെല്ലാം പുല്ല് വെട്ടും. അപ്പം അത് കണ്ട് അവളും അങ്ങനെ ചെയ്യുന്നതാണ്.
ഒരു കമ്പെങ്ങാണ്ടൊന്നും എന്തായാലും കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് കണ്ടുപിടിച്ചാണോ? നമ്മൾ തിരിച്ചു പോവാ കാട്ടിൽ നിന്ന്. ഇനി അങ്ങോട്ട് ഒത്തിരി ഉണ്ട്, അങ്ങോട്ടുണ്ട് കണ്ടില്ലേ, കുറേ പോകണം. തിരിച്ചു പോകാന്ന് വെച്ചു, നടക്കാൻ വയ്യ. പണ്ടത്തെ പോലത്തെ സ്റ്റാമിനയൊന്നും ഇല്ല, അണയ്ക്കാൻ തുടങ്ങി. പണ്ട് ഈ കാട്ടിലെല്ലാം. ഓക്കെ, വീട്ടിൽ കൊണ്ടുപോവാണോ? ഓക്കെ, കൊണ്ടുപോകും. അച്ഛയുടെ കാറെ കൊണ്ട് കയറാനുള്ള പരിപാടി അതെല്ലാം. വീട്ടിൽ ചെത്തണോ? ഓക്കെ, വീട്ടിൽ ചെത്താനായിട്ട് ആ കമ്പ് കൊണ്ടുപോകാന്നാ പറയുന്നത് ഏവക്കുട്ടൻ. കാട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മിണ്ടാതെ പോവുകയാണെങ്കിൽ നല്ലത്. ഇത് കിളിയെ കണ്ടോ? അച്ഛയുടെ ഫ്രണ്ട് ഇരിക്കുന്ന കിളിയെ കണ്ടതോ? കരിയില കിളിയെ പോലെ നടന്ന് പോകുന്നു അവർ രണ്ടുപേരും. മുന്നേ ഏവക്കൂട്ടം നടക്കട്ടെ അച്ഛൻ അവരോടെ. ഏവക്കൂട്ടം അവരോടെ നടക്കാൻ പോവാ. അച്ഛൻ ഒന്ന് മാറി തന്നേ. കുഞ്ഞ് അവരോടെ നടക്കുക. അവരിതേ പറന്നുപോയി. കിളികളെ പടി പറയും വെച്ചേക്കോ, അവർ പേടിക്കാതിരിക്കും. എന്തോ അവിടെ ചെന്നിട്ട് അവർ തല്ലല്ലേ കേട്ടോ. കുഞ്ഞു തല്ലത്തില്ല, കുഞ്ഞു പാവാ. ഇന്നലെ എന്നോട് പറഞ്ഞു നമ്മൾ പാവങ്ങളല്ലേ ആയിത്തീർന്നു. ഞാൻ പറഞ്ഞു അതെ, നമ്മൾ പാവങ്ങളാ. അങ്ങനെ നമ്മളിതേ കാട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോവാണ്. അതുവരെ നമ്മുടെ കൂടെ ആ കിളി ഉണ്ടായിരുന്നേ. ഏവക്കുട്ടൻ്റെ കൂടി ഇങ്ങനെ നടന്ന് അത് ഈ വഴി കഴിഞ്ഞ് തന്നെ നടക്കുമായിരുന്നു. അവൾ അടുത്തൊന്നും ചെന്നിട്ട് അങ്ങനെ പേടിയൊന്നുമില്ല. ഇങ്ങനതെ ഉണ്ടോ, രണ്ടുപേരുണ്ടായിരുന്നു, ഇപ്പൊ ഒരാളായി. രണ്ട് കിളികളെ നടക്കും. ഇനി അത് എങ്ങോട്ട് പോകുമോ എന്തോ. നമ്മുടെ കാറ് ഇപ്പം അവിടെ കിടപ്പുണ്ട്, നമ്മളതൊക്കെ ഇറങ്ങി അങ്ങ് പോകും. ഏവയായിട്ട് കമ്പനിയായല്ലേ. എവിടെ ഫ്രണ്ടാ, ഫ്രണ്ട്സാ. പൂക്കളോടും കിളികളോടും വഴി കഴിഞ്ഞ വഴികാട്ടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ. വഴികാട്ടിയായിട്ട് വന്നയാ. അങ്ങനെ ഞങ്ങളത് റോഡിൽ കൊണ്ട് എത്തിച്ചു തന്നിട്ട് അവൻ എവിടെയോ പോയി മറിഞ്ഞു. കാറ് വരുന്നു. അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സൂഷിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏവക്കുട്ടനെ കുക്ക് ചെയ്ത ടൂണ വെച്ചിട്ടുള്ള സൂഷിയൊക്കെ കഴിച്ച ശേഷം പിന്നെ ഇതാ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. ഇതാണ് വിനോദിന്റെ പ്ലേറ്റ്. ഞാൻ കൂടുതലും കഴിച്ചത് സൂഷി തന്നെയാണ്. കണ്ടോ, ഓരോ വെറൈറ്റി, ഇവിടെ ഒരുപാട് വെറൈറ്റി സൂഷീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത ശേഷം പിന്നെ കുറച്ച് ഐസ്ക്രീമും കേക്കും അതും ഇതൊക്കെ കഴിച്ചു. സമയം വൈകുന്നേരം 6 മണിയായി. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഷോപ്പിങ്ങിനൊക്കെ പോയി, കളിപ്പാട്ടം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ ചിലവാക്കി. എന്താ കഴിച്ച പൊന്ന്? സൂഷി കഴിച്ചു അല്ലേ? പിന്നെന്താ കഴിച്ചേ? അറിയത്തില്ല. കുഞ്ഞ് ഒത്തിരി സാധനങ്ങളൊക്കെ കഴിച്ചു. ഐസ്ക്രീം കഴിച്ചു. നമ്മുടെ വീട്ടിലുണ്ട് ഇത്തരത്തിലെ കുപ്പി. അതെ. അപ്പൊ എല്ലാരും ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. കൈയൊക്കെ കഴുകാനും ബാത്റൂമിലും ഒക്കെ പോയി. ഇനി നമുക്ക് വീട്ടിൽ പോവാം അല്ലേ? വേറെ ഷോപ്പിൽ പോവാം അല്ലേ? ഓക്കെ, വീട്ടിൽ പോകണ്ട, വേറെ ഷോപ്പിൽ പോവാം. നമ്മളെ ഏവക്കുട്ടന് ഒരു ഇത് മിന്നിയാ അല്ലേ? മിന്നി മൗസ്, മിന്നിയുടെ ഒരു പാവയെ വാങ്ങിച്ചു. സ്റ്റിക്കർ കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് സർക്കസ് കാണാനായിട്ടാണ്. ടിക്കറ്റൊക്കെ എടുത്തു, പോപ്കോണൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് അകത്ത് കയറി സർക്കസ് കാണാം. നമ്മൾ കാണാൻ മാത്രമല്ല, ഓഡിയൻസിനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഏവക്കുട്ടനും ഞങ്ങൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോകണം. അങ്ങനെ സമയം രാത്രി 9:15 അല്ലേ? നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാ. ഒരു ദിവസം ഫുള്ള് കറക്കമായിരുന്നു. ഒരാളാണെന്നുണ്ടെങ്കിൽ കോട്ടവായി ഇടുന്നു, ഉറക്കമൊക്കെയാ. ഇനി വീട്ടിൽ പോയി ഉറങ്ങണം. എങ്ങനെ ഉണ്ടായിരുന്നു സർക്കസ്? കൊള്ളായിരുന്നു, നല്ല പിള്ളേർ.
പെമ്പിളാറ് നോക്കിയിരുന്നുണ്ടല്ലേ. നല്ല അടിപൊളി കോഴി എന്നും കോഴി അല്ലേ? ഒരു മുഖക്കുരു ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് വയ്യ. പ്രേമിക്കാൻ പറ്റിയ സാധനം. ചെറിയ സൂക്കിടന്നതല്ല ഈ പ്രായത്തില്. മനസ്സിന് പ്രായമായിട്ടില്ലല്ലോ. അതെ. മോളെ കെട്ടിക്കാറായി. വയറ് നിറഞ്ഞായിരുന്നോ കൂട്ടാ? പോയി കിടന്ന് ഉറങ്ങിയാ മതി. ഇനി ആഹാരം കഴിക്കണോ? ആ കൊള്ളാം. ഇവിടെ മനുഷ്യൻ കോട്ടമായിട്ട് കുഴഞ്ഞു. എങ്ങനെങ്കിലും കിടന്നത് ഉറങ്ങിയാ മതി. കഴിച്ചിട്ട് ഇറങ്ങിയാ മതിയോ? രസമല്ലേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോ. പക്ഷെ കാശ് നല്ലോണം പൊടിയും അല്ലേ? അത് പിന്നെ പോപ്കോണും അത് വാങ്ങിച്ച് അങ്ങനെ. അതെ, സർക്കസ് കണ്ടോണ്ട്. അതെ, അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. ഹാർഡ് വർക്ക് ആണ്. അത്രയ്ക്ക് ചെലവൊക്കെ ഉണ്ട് കൊണ്ടുവരാനും സാധനങ്ങളും ഓർഡർ സെറ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. അതെ, കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. അപ്പൊ അത് എത്ര രൂപയാണേലും നമ്മളൊക്കെ പോയി കാണുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പോയി കണ്ടു. നല്ലതായിരുന്നു. ഷാനിയമ്മയല്ലേ വണ്ടി ഓടിക്കുന്നത്? ഓ, എനിക്ക് വയ്യ. എനിക്കാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടിയിരിക്കുവോ. അത് എങ്ങനെങ്കിലും വേഗം വീട്ടിൽ പോകും. അച്ഛൻ കുറച്ച് സ്പീഡിലൊക്കെ അങ്ങ് പോക്കും. എനിക്കാണെങ്കിൽ മുള്ളാൻ മുട്ടിയിട്ട് വേല. നമുക്ക് വേഗം അങ്ങ് പോവാം അല്ലേ കൂട്ടാ? ഇവിടൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ മാർക്കറ്റുകളും എല്ലാം അങ്ങ് അടയ്ക്കും. പിന്നെ മുള്ളാൻ പോകാൻ ഒരു നിവൃത്തിയൊന്നുമില്ല. കാട്ടിലെല്ലാം പുങ്കിയല്ലേ. അതല്ലേ, എവിടെങ്കിലും പോവാണെങ്കിൽ ഇതാ ഒരു പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ മാർക്കറ്റ് പിന്നെ എവിടെയാണ് ഒരെണ്ണം 10 മണി വരെയൊക്കെ കാണത്തുള്ളൂ. പിന്നെ എല്ലായിടത്തും അവിടെ വരെ പോകുമ്പോഴത്തേക്ക് നമ്മള് വീട്ടിൽ ചെല്ലാൻ അതിനെക്കാട്ടി വേഗം മുള്ളാൻ പറ്റും. എന്തായാലും നമുക്ക് വേഗം പോവാം. ഇരുട്ടൊന്നും ആയിട്ടില്ല കേട്ടോ, നല്ല വെളിച്ചമാണ് ഇപ്പോഴും. രാത്രി 9 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:15. വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ, ഷോപ്പിൽ പോയി. ഇനി ഷോപ്പിലൊന്നും കേറുന്നില്ല. ഇന്നത്തെ ദിവസം കുറെ പൈസ തീർന്നു അല്ലേ? ആ, അതെന്താന്നോ? അത് കൊള്ളാലോ. ഇയാൾക്ക് ഇങ്ങനെ ഇരുന്നങ്ങ് ചെലവാക്കിച്ചാ മതിയല്ലോ ഞങ്ങളെ കൊണ്ട്. ആ, മേഡം അല്ലേ ബോസ്. നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തെമോന്ന്. അപ്പം അതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പാക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവാണേ. ഇത് അവിടെ കണ്ടോ നിറയെ പൂക്കൾ നിൽക്കുന്നു, ഡെയ്സി പൂക്കൾ. പിച്ചിയാലോ? എന്നാൽ അടിപൊളി ഫ്ലവേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ടോ. ഡെയ്സി ആണേ. അപ്പൊ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പിച്ചിക്കൊണ്ടിരിക്കുക. ഇത് ബോയ് കുക്കയാണോ? ഇതല്ലല്ലോ ബോയ് കുക്ക. ബോയ് കുക്ക മറ്റേതല്ലേ? ഡാൻലിയോൺ. ഡാൻലിയൻ പൂക്കളാ ബോയ് കുക്ക. ഇത് പാൽക്കോയിനും ബോയ് കുക്കയാണോ? ഓക്കെ, എങ്കിൽ ഏവ പറയുന്ന പോലെ അങ്ങനെ തന്നെ. ശരി, എങ്കിൽ പിച്ച്. ഇങ്ങനെ പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ വേസ് വെക്കാനൊക്കത്തില്ല. കുറച്ച് നീളമുള്ള തണ്ട് പിച്ചിയാലേ ഫ്ലവർ വേസ് വെക്കാനൊക്കത്തുള്ളൂ. ഓക്കെ, എങ്കിൽ ആയത്തി പിച്ചാം. ഓക്കെ, ആ വലുത് വെച്ച് തരാമെങ്കിൽ ഞാൻ അതിൽ വെക്കാം. അവിടെ താഴേന്ന് വെച്ച് കുറച്ചുകൂടെ താഴേന്ന് വെച്ച് തണ്ട്. ഇതാ ഇഷ്ടം പോലെ പൂക്കളുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ എല്ലാം നിപ്പുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോവാം അല്ലേ? ഈ ഒരു വലിയ പൂവും കൂടെ പിച്ചട്ടെ ഞാൻ. ഇത് വലുത്. വാ, പിച്ചി എടുത്തോണ്ട് വാ. ഓക്കെ, അങ്ങനെ പൂക്കളൊക്കെ പിച്ചി ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ പിച്ചിക്കൊണ്ട് വന്നിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം ഫ്ലവർ വേസിൽ വെച്ചു. നല്ല ഭംഗിയില്ലേ കാണാൻ? എന്താ നോക്കിയേ, വാവ്. മണ്ണ് പിന്നെയും നമ്മൾ കുറച്ച് വാങ്ങിച്ചു. കൃഷിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഒന്നും കിളുക്കുന്നില്ലെന്നേ ഉള്ളൂ. ആവശ്യത്തിന് വിത്തുകളും വിതയ്ക്കുന്നുണ്ട്, മണ്ണ് ഇറക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ബലമൊന്നും കാണുന്നില്ല. ആ, എന്തായോ കൂട്ടാ പറ.
ഏവക്കുട്ടന് പാക്കറ്റ് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ ഇത് ഏവക്കുട്ടന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് പ്രിൻറ്റ് ബേബി ക്യാമറ വാങ്ങിച്ചതാണേ. ഇത് വളരെ ഈസിയാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പം തന്നെ നമുക്ക് പ്രിൻറ്റ് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഡേറ്റും ടൈമും ഒന്നും കറക്റ്റ് അല്ല, ഇനി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാമറയാണ് ഇത്. അപ്പോൾ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ക്യാമറയും കൊണ്ട് ഓടി നടന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, പൂക്കളുടെയും കിളികളുടെയും ചെടികളുടെയൊക്കെ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് അതിങ്ങനെ പ്രിൻറ്റ് കിട്ടുകയും ചെയ്യും. ഇതാ കണ്ടോ, ചീരയുടെ പടമാണ് കുഞ്ഞെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഏവക്കുട്ടന് നല്ലൊരു ആക്ടിവിറ്റി ആയി. കുഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ചീരയുടെ ഫോട്ടോയാണ് എടുത്തത്. ഓരോരോ ഫോട്ടോകളൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും, നല്ല ഗുഡ് മെമ്മറീസ് ആയിരിക്കും ഏവക്കുട്ടന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.